സൗമ്യ സുരൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയാണ്. അതായത് നമ്മളെ അടദോശ. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. അപ്പം ഇത് 1.5 കപ്പ് പച്ചരിയാണ്. അതുപോലെ തന്നെ ഒരു 1.5 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1.5 കപ്പ് നമ്മളെ ഉഴുന്ന് പരിപ്പ്. അപ്പോൾ അതുപോലെ വേറെ വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ കടലപ്പരിപ്പ്. ഇതും ഏകദേശം 1.5 കപ്പ് ഉണ്ട്. 1.5 കപ്പ് കടലപ്പരിപ്പ് വേണം. അതുകൂടാതെ 1.5 കപ്പ് തുവരപ്പരിപ്പ് വേണം. ഇതെല്ലാം ഈ പരിപ്പും അരിയും എല്ലാം ഞാൻ ഏകദേശം 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു 5-6 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. നല്ല വൃത്തി അരച്ച് കിട്ടൂലു. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം എപ്പോഴും ഒരു 5 മണിക്കൂർ മുന്നെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. പിന്നെ വേണ്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉണക്കമുളക് ഒരു 15 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം നമ്മൾ കായപ്പൊടിയും കൂടെ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അരക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നല്ലോണം പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മളെ അടദോശ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് ഒരു നല്ല ചട്നിയാണ്. ചട്നിക്ക് വേണ്ടുന്നത് എന്താ വെച്ചാൽ തേങ്ങ, അതുപോലെ ഒരു 5-8 നമ്മൾ ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, അതുകൂടാതെ കുറച്ച് പുളി, ഒരു ചെറിയ ഒരു പിടി ഇത്ര പോലെ പുളി വേണം. പിന്നെ നമ്മൾ അക്ക മുളക് വേണം, അക്ക മല്ലിയും വേണം. മറ്റേ മുഴുവനായിട്ടുള്ള മല്ലിയും മുളകും ഒരു 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതും ചട്നി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അടദോശ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാം നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ദോശയുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, വെള്ളം ഇത്ര പോലെ വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ച് മുളക്, നല്ല എരിവിൽ മുളകാണെങ്കിൽ 10 എണ്ണം ഇട്ടാൽ മതി. ഇവിടെ എരിവ് വേണം നല്ല, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. അവരവരെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഉണക്കമുളക് അരക്കാനിടുന്നത്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കായത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നേരിയ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ഞാൻ ദോശക്കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. എൻ്റെത് നോൺ സ്റ്റിക്കിൻ്റെ ആണ്. നേരിയതായിട്ട് ചുട്ടെടുക്കാം. ഇതിൻ്റെ മേത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ദോശ നല്ലതുപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. രണ്ട് സൈഡും നല്ലതുപോലെ മുരിച്ചെടുക്കാം. അപ്പോൾ ദോശ രണ്ട് സൈഡും നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള
ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല വൃത്തി അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുകും അതുപോലെ ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. അപ്പം നമ്മൾ അടദോശ റെഡി ആയിട്ടുണ്ട്. അടദോശയും നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അതിന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്